ഇടുക്കി കാന്തല്ലൂരിൽ കാട്ടാനകൾ ഇറങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്തു. തലനാരിഴയ്ക്കാണ് സഞ്ചാരികൾ രക്ഷപ്പെട്ടത്. പ്രദേശത്തെ കൃഷി കാട്ടാനകൾ നശിപ്പിച്ചു. ആനയെ തുരത്താൻ വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, നിലവിലിപ്പോൾ കാട്ടാനകൾ ഏത് മേഖലയിലാണ്, ഏത് പ്രദേശത്താണ് നിലകൊള്ളുന്നത്? വനം വകുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജനവാസ മേഖലയോട് ചേർന്ന് ഒരു കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ കാട്ടാനക്കൂട്ടം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. വിനോദസഞ്ചാരികൾക്ക് നേരെ ഈ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കാട്ടാനക്കൂട്ടമായ ഒരു റിസോർട്ടാണ്. ആ റിസോർട്ടിന്റെ സമീപ പ്രദേശങ്ങളിലേക്കാണ് ആന ആദ്യം എത്തിയത്. അതിനുശേഷമാണ് ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ ആന തിരിയുന്ന സാഹചര്യമുണ്ടായത്. തലനാരിഴയ്ക്കാണ് ഈ ഒരു ആളുകൾ രക്ഷപ്പെട്ടത്. ഇവിടെ പിന്നീട് ഈ റിസോർട്ടിലുണ്ടായിരുന്ന ജീവനക്കാരെല്ലാം ഒറ്റവെച്ചതിനെ തുടർന്നാണ് ആന ഈ ഒരു റിസോർട്ട് മേഖലയിൽ നിന്ന് മാറി വൃന്ദാവൻ മല ഭാഗത്തേക്ക് കാട്ടാനകൾ നിലവിലിപ്പോൾ കയറി പോയിട്ടുള്ളത്. ഈ മേഖല കേന്ദ്രീകരിച്ചാണ് നിലവിലിപ്പോൾ കാട്ടാനക്കൂട്ടമുള്ളത്. ഇതിന് മറുവശത്ത്, ഈ മലയുടെ മറുവശത്തും ജനവാസ മേഖലയാണ്. വനപ്രദേശത്തേക്ക് കുറച്ചധികം ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടാനകളുടെ നീക്കങ്ങൾ നിലവിൽ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. ജനവാസ മേഖലയിലേക്ക് ആന കടക്കാതിരിക്കാനുള്ള നടപടികളാണ് നിലവിലിപ്പോൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ഈ വനത്തിനുള്ളിലേക്ക് തുരത്തുക എന്നുള്ളത് അത് ദിവസങ്ങൾ എടുക്കുന്ന ഒരു ശ്രമം, ദിവസങ്ങൾ വേണ്ട ഒരു ശ്രമം തന്നെ അതിനുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ ജനവാസ മേഖലയിലേക്ക് ആന കടന്നു വരുന്നത് തടയുക എന്നുള്ള ശ്രമത്തിലാണ് നിലവിൽ വനം വകുപ്പുള്ളത്.